പാലക്കാട് കല്ലടിക്കോട് നടന്ന യൂത്ത് ലീഗ് പൊതുസമ്മേളന വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തി. ലൈംഗിക ആരോപണ വിവാദങ്ങൾക്ക് ശേഷം രാഷ്ട്രീയ പൊതുയോഗത്തിൽ ആദ്യമായാണ് രാഹുൽ പ്രസംഗിക്കുന്നത്. സാജിദ് അജ്മലുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജിദ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായി, പ്രത്യേകിച്ച് ലൈംഗിക ആരോപണ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് രാഷ്ട്രീയ പൊതുയോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നതും, അതും യൂത്ത് ലീഗിന്റെ പരിപാടിയിൽ. എന്താണ് ഈ പരിപാടിയുടെ വിവരം, മറ്റു വിശദാംശങ്ങൾ? കരിമ്പ പഞ്ചായത്ത് മുസ്ലിം ലീഗ് യൂത്ത് കമ്മിറ്റിയാണ് യുവരോക്ഷം എന്ന പേരിൽ പരിപാടി നടത്തിയത്. മുഹമ്മദ് അലി കരിമ്പ നയിക്കുന്ന ഈ ജാഥയുടെ സമാപനം കല്ലടിക്കോട് ദീപ ജംഗ്ഷനിൽ വെച്ചായിരുന്നു. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആനുകാലിക രാഷ്ട്രീയ സംഭവങ്ങളെ കുറിച്ച് വിശദമായി സംസാരിച്ചത്. നമുക്കറിയാം, ലൈംഗികാരോപണ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം ഇത്തരം ഒരു പൊതുയോഗത്തിൽ ആദ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നത്. നേരത്തെ എല്ലാം തന്നെ MLA എന്നുള്ള നിലയ്ക്കുള്ള ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. അത് വളരെ പതുക്കെ പങ്കെടുക്കുകയും ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം മന്ത്രിക്കും CPM MLAക്കൊപ്പം വേദി പങ്കിട്ട പട്ടയമേളയിൽ പങ്കെടുത്തു. ഇതാദ്യമായി ഒരു രാഷ്ട്രീയ പൊതു സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുകയാണ്. ഈ കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം കോൺഗ്രസിന്റെ ഒരു പരിപാടിയിലും ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തിട്ടില്ല. മുസ്ലിം ലീഗിന്റെ പരിപാടിയിലാണ് പങ്കെടുത്തത്. ഇന്ന് ഈ കല്ലടിക്കോട് നടന്ന ഈ പരിപാടിയിൽ പങ്കെടുത്ത് വളരെ വിശദമായി ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചു. ഒരു പക്ഷേ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. കോൺഗ്രസിന്റെ വേദിയിലും താമസിയാതെ വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ. കാത്തിരിപ്പുകൾക്കും ഊഹാപോഹങ്ങൾക്കും പുറത്തു വരുന്ന വാർത്തകൾക്കും ഒക്കെ വിരാമമിട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് ലീഗിന്റെ പൊതുവേദിയിൽ, രാഷ്ട്രീയ വേദിയിൽ നൂറുകണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആനുകാലിക വിഷയങ്ങളിൽ, രാഷ്ട്രീയ നയങ്ങളിൽ ഒക്കെ വ്യക്തമായ നയം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ വലിയ ജനത്തിന് മുന്നിൽ അദ്ദേഹം പങ്കെടുത്ത് സംസാരിക്കുന്ന രംഗമാണ് നിങ്ങളെല്ലാവരും കണ്ടത്. പാലക്കാട് തന്നെയാണ് പരിപാടി. പാലക്കാട് കരിമ്പ പഞ്ചായത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ കരിമ്പ പഞ്ചായത്തില് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ ഒരു പൊതുപരിപാടിയിലാണ് രാഹുൽ മാങ്കൂട്ടൻ പങ്കെടുത്തിരിക്കുന്നത്. വ്യക്തമായ സൂചനകൾ പുറത്തേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം നമ്മള് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കണമെന്ന് KPCCയുടെ യോഗത്തിൽ KPCCയുടെ ഒരു അംഗം ആവശ്യപ്പെട്ടപ്പോ അതിനെ തൽക്കാലം ചർച്ചക്കെടുക്കാതെ മാറ്റി നിർത്തിക്കൊണ്ട് KPCC നേതൃത്വം മുന്നോട്ട് പോകുന്ന ഒരു വാർത്തയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അന്ന് നമ്മൾ സംസാരിച്ചപ്പോഴേ ഈ പറയുന്ന രാഹുലിന്റെ തിരിച്ചുവരവും ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചും രാഹുൽ സ്ഥാനാർത്ഥിയാകുന്നതിനെ കുറിച്ചുമൊക്കെ നമ്മൾ പല ചോദ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചെടുക്കണമെന്നുള്ള ഒരു ആവശ്യം KPCC യോഗത്തിൽ ഉയർന്നപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യാതെ അതിനെ മാറ്റി നിർത്തുകയാണ് ഉണ്ടായിരുന്നത്. അവിടെ നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നത്, ഈ പറയുന്ന KPCC രാഹുലിനെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ എങ്ങനെയാണ് പ്രാഥമികാംഗത്വത്തിൽ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയെ, സസ്പെൻഷൻ നേരിടുന്ന ഒരു വ്യക്തിയെ 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാലക്കാട് മത്സരിപ്പിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഉയർത്തിയത്. അതോ ഇനി അങ്ങനെയല്ല, കോൺഗ്രസ് മത്സരിപ്പിച്ചില്ലെങ്കിൽ രാഹുൽ സ്വതന്ത്രനായിക്കൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ CPMന്റെയോ BJPയുടെയോ ഭാഗമായി പാലക്കാട്ട് മത്സര രംഗത്തേക്ക് വരുമോ എന്നുള്ള ചോദ്യവും നമ്മൾ ഉയർത്തിയിരുന്നു. അപ്പോ ആ ഒരു ചോദ്യങ്ങൾക്ക് മറുപടികൾ നമ്മൾ കാത്തിരിക്കുകയാണ്, വെയിറ്റിംഗ് ആണ്. പക്ഷേ വ്യക്തമായ സൂചനകൾ, തിരിച്ചുവരവിന്റെ സൂചനകൾ തന്നെയാണ് ഈ പാർട്ടി നൽകുന്നത്, രാഹുൽ നൽകുന്നത്. എന്ന് പറഞ്ഞാല് ഇപ്പൊ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് UDFന്റെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ വേദിയിൽ, പൊതുവേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ക്ഷണിച്ച് രാഹുലിനെ ആ പരിപാടിയിൽ എത്തിച്ച് രാഹുൽ ആ പരിപാടിയിൽ ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പൊതുപരിപാടിയിൽ രാഹുൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ രാഹുലിനെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ വേദികളിലും നമുക്ക് കാണാൻ കഴിയുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക്, നമ്മൾ ഉയർത്തിയ ആശങ്കകൾക്ക്, ഈ ആശങ്കകൾക്കെല്ലാം ഒരു വിരാമമാകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.
കാരണം ലീഗിന്റെ വേദിയിൽ ഈ രാഹുൽ മാങ്കൂട്ടം എത്തിയിട്ടുണ്ടെങ്കിൽ നാളെ അതല്ലെങ്കിൽ നാളെ കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ രാഹുൽ കോൺഗ്രസിന്റെ വേദികളിലും എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം എന്ന് പറയുന്നത് മുന്നിൽ വന്നു നിൽക്കുന്നത് വലിയ ഒരു തെരഞ്ഞെടുപ്പ് വന്നു നിൽക്കുകയാണ്. കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരും ദിവസങ്ങളിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങും. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിക്കുകയും ചെയ്യും. അങ്ങനെ വന്നു നിൽക്കുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തില് രാഹുലിനെ മാറ്റി നിർത്തിക്കൊണ്ട് പാലക്കാട്ടെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടെ രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുവാൻ കോൺഗ്രസിനോ UDF-നോ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ ഒരു പ്രചരണ ആയുധം ഈ UDF-ന്റെയും കോൺഗ്രസിന്റെയും പ്രചരണ ആയുധം രാഹുൽ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. അങ്ങനെ വരുമ്പോഴേ രാഹുൽ കോൺഗ്രസിന്റെ വേദികളിൽ ഉണ്ടാവും, രാഹുൽ UDF-ന്റെ വേദികളിൽ ഉണ്ടാവും, രാഹുൽ ഈ പ്രചരണ രംഗത്തും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ രാഹുൽ ഉണ്ടാകും എന്നുള്ള സൂചനകൾ വളരെ വ്യക്തമായി വരികയാണ്. ഇന്നലെ ഇപ്പോൾ ഈ കരിമ്പ പഞ്ചായത്തിൽ നടന്നിരിക്കുന്ന ഈ ഒരു പൊതുപരിപാടി അത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ നടത്തിയിരിക്കുന്ന ഒരു സമര മുന്നേറ്റ യാത്രയുടെ ഒക്കെ സമാപനമാണ്. അവിടെയാണ് രാഹുൽ പ്രത്യക്ഷപ്പെട്ടത്, അതിലാണ് രാഹുൽ പങ്കെടുത്തത്. അപ്പോ ഈ സർക്കാരിനെതിരെ നടത്തുന്ന ജനരോഷ പരിപാടികൾ അല്ലെങ്കിൽ സമര പരിപാടികളിലൊക്കെ രാഹുൽ കോൺഗ്രസ് വേദി അല്ലെങ്കിൽ പോലും UDF-ന്റെ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ വേദിയിൽ രാഹുൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് രാഹുലിനെ കാണാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മൾ കാത്തിരുന്നതും ഇതിനു വേണ്ടി തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചതും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവ്, ആ നേതാവ് കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകമാണ്, കോൺഗ്രസിന്റെ മുന്നണി പോരാളിയായിരുന്നു, ഇപ്പോഴും മുന്നണി പോരാളി തന്നെയാണ്. പക്ഷേ അയാൾ പാർട്ടിയിൽ നിന്ന് ഒരു അച്ചടക്ക ലംഘനം അല്ലെങ്കിൽ ഒരു അച്ചടക്ക നടപടി അയാൾ നേരിടുന്നുണ്ട്. ആ നടപടി നേരിടുമ്പോൾ ഇവിടെ പലപ്പോഴായിട്ട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്, എന്തേ രാഹുലിനെ കോൺഗ്രസ് തിരിച്ചെടുക്കാത്തത്? കോൺഗ്രസിലേക്ക് ആ പ്രാഥമിക അംഗത്വത്തിലേക്ക് പോലും എന്തേ രാഹുലിനെ തിരിച്ചെടുക്കാത്തത് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിന് പാർട്ടിയുടേതായ ചില ന്യായങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ന്യായങ്ങൾ എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ആരോപണം ഉയർന്ന സ്ഥിതിക്ക് ആ വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ആ അന്വേഷണ കമ്മീഷൻ ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുമുണ്ട്. അതിനിടയിൽ പോലീസ് സ്വമേധയാ കേസെടുത്ത് പോലീസും ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷണം നേരിടുന്ന ഒരു ഘട്ടത്തില് ഇത്തരത്തിൽ ആ അന്വേഷണം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്താതെ ഈ പറയുന്ന പാർട്ടി എടുക്കുന്ന നടപടിയിൽ മറിച്ചൊരു തീരുമാനം എടുക്കുന്നത് ഉചിതമാകില്ല എന്നുള്ളത് ഒരു ബോധം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെ ഇപ്പോഴും മാറ്റി നിർത്തുന്നതും രാഹുലിനെതിരെ എടുത്തിരിക്കുന്ന ഈ പറയുന്ന അച്ചടക്ക നടപടി, ആ അച്ചടക്ക നടപടിയിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് ഒരു പുനർവിചിന്തനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിലപാട് മാറ്റുന്നതിലേക്കൊന്നും പാർട്ടി എത്താത്തതിൻ്റെയും കാരണം അത് തന്നെയാണ്. പാർട്ടി കാത്തിരിക്കുന്നതും കോൺഗ്രസ് നേതൃത്വം കാത്തിരിക്കുന്നതും ഈ പറയുന്ന പാർട്ടി നിയോഗിച്ചിരിക്കുന്ന അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വരണം. അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ പോലീസ് സ്വമേധയാ കേസെടുത്ത് ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് രാഹുലിനെതിരെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണവും എവിടെയെങ്കിലും ഒരു ടേണിംഗ് പോയിന്റിലേക്ക് എത്താൻ വേണ്ടി തന്നെയാണ് പാർട്ടി കാത്തിരിക്കുന്നത്. കാരണം പാർട്ടി ഇങ്ങനെ ഒരു പ്രതിരോധത്തിലായ സമയത്ത് പാർട്ടിക്ക് നടപടിയെടുക്കുക എന്നല്ലാതെ പാർട്ടിക്ക് മുന്നിൽ വഴികളില്ല. ന്യായീകരിക്കൽ കൊണ്ടോ അല്ലെങ്കിൽ അയാളെ പ്രതിരോധിച്ച് സമയം കളയുന്നതിലേക്കോ പാർട്ടി പോയി കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ ഇമേജിനെയും ജനങ്ങൾക്കിടയിലുള്ള ഈ ഒരു പറയുന്ന സ്വീകാര്യതയും ഒക്കെ അത് ബാധിക്കും. അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെയാണ് പാർട്ടി ഇപ്പോൾ ചാടി വീണ് രാഹുലിനെ തിരിച്ചെടുക്കുക അല്ലെങ്കിൽ രാഹുലിനെതിരെയുള്ള നടപടികൾ പിൻവലിക്കുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് പോകാത്തത്. കാരണം ഇവിടെ പോലീസ് ഒരു അന്വേഷണം ആരംഭിച്ച് നടത്തുന്നുണ്ട്. ആ അന്വേഷണത്തിന് മുകളിൽ എന്തെങ്കിലും ഒരു തീരുമാനം, ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഉടനടി രാഹുലിനെതിരെ എടുത്തിരിക്കുന്ന ഈ നടപടിയിൽ ഒരു പുനർവിചിന്തനം, ഒരു പുനരാലോചന ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ്, കാരണം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഈ പറയുന്ന ജനമാണ് പാർട്ടി പ്രവർത്തകരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ
ഒരു വ്യക്തത വരുത്തേണ്ട കാര്യവും പാർട്ടിക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ഇതിനെ അവഗണിച്ചുകൊണ്ട് പാർട്ടിക്ക് രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ ഒരു പുനരാലോചന നടത്തുക എന്ന് പറയുന്നത് അത് അപ്രാപ്യമാണ്, അത് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഇപ്പോഴും രാഹുൽ വിഷയത്തിൽ ആ പറഞ്ഞ നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകാതെ അതിലൊരു പുനരാലോചന നടത്താത്തത്. ഇനി പാർട്ടി മെയിനായിട്ട് ലക്ഷ്യം വെക്കുന്നത് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പോലീസിന്റെ ഈ ഒരു റിപ്പോർട്ട് വരാൻ തന്നെയാണ്. ആ റിപ്പോർട്ട് വന്ന് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏത് രീതിയിലായിരിക്കും റിപ്പോർട്ടിൽ കാര്യങ്ങൾ ഉണ്ടാവുക, ആ റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും പാർട്ടിയുടെ നിലപാട് എന്നുള്ളതാണ്. എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും കാര്യങ്ങൾ രാഹുൽ തിരിച്ചു വരണമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അപ്പോൾ പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ പാർട്ടിയിലേക്കുള്ള രാഹുലിന്റെ തിരിച്ചുവരവ് അത് നടക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അവിടെയും ഈ പറയുന്ന പാർട്ടി പ്രവർത്തകരെയും സാധാരണക്കാരായ പൊതുജനങ്ങളെയും ഒക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിരിച്ചുവരവാവണം രാഹുലിൻ്റെത് എന്ന് രാഹുലും കരുതുന്നുണ്ട്, അതോടൊപ്പം തന്നെ പാർട്ടിയും കരുതുന്നുണ്ട്. പിന്നെ പാർട്ടിയോ രാഹുലോ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഇതിനെയൊക്കെ ന്യായീകരിക്കുവാനോ അല്ലെങ്കിൽ ഇതിനെ തള്ളുവാനോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെ നിഷേധിക്കുവാനോ ഒക്കെ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന സഖാക്കളുടെയും CPM-ന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതിരോധം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ പറഞ്ഞ കാര്യമല്ല, ഇതെങ്ങനെ വിശ്വസിക്കും എന്നുള്ള കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വിശ്വാസയോഗ്യമായി അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്ക് അതിൽ രണ്ടാമതൊരു കാര്യം പറയേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ടാവില്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പോലീസ് നടത്തുന്ന അന്വേഷണ റിപ്പോർട്ട് വരാൻ വേണ്ടി ഈ പാർട്ടിയും രാഹുലും വെയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യങ്ങളിൽ യാതൊരുവിധ പ്രതികരണങ്ങളോ പ്രതിരോധങ്ങളോ തീർക്കുകയോ നടത്തുകയോ ചെയ്യാതെ രാഹുലും ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയും ആ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനുള്ള കാരണവും അത് തന്നെയാണ്. കാരണം പാർട്ടിയോ രാഹുലോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യായീകരണമായിട്ടും അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കലായിട്ടും ചിത്രീകരിക്കപ്പെടുമെന്നുള്ള ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലീസിന്റെ ഈ പറയുന്ന അന്വേഷണത്തിലുള്ള ഒരു റിപ്പോർട്ട് വരാൻ വേണ്ടി പാർട്ടിയും രാഹുലും കാത്തിരിക്കുന്നത്. എന്നാണെങ്കിലും രാഹുലിന്റെ തിരിച്ചുവരവുകൾക്കുള്ള എല്ലാ സൂചനകളും ഇന്നലത്തെ ഈ പരിപാടിയോടുകൂടി പുറത്തേക്ക് വരുന്നുണ്ട്. രാഹുൽ കോൺഗ്രസ് വേദികളിലും എത്തും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി രാഹുൽ പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതായിരിക്കും.